ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒത്തിരി ദിവസമായി ഞാൻ ഓഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് വളരെയധികം വിഷമിച്ചിട്ടാണ് എനിക്ക് ഓരോ ദിവസവും വീഡിയോസ് ചെയ്യാൻ തന്നെ പറ്റുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വീഡിയോ ഭഗവാനെ കുറിച്ചിട്ടുള്ള കഥകൾ പറയുന്നതിന് തന്നെ നമുക്ക് ഒരുപാട് പ്രിപ്പറേഷൻസ് വേണ്ടി വരും. അതായത് ഒരുപാട് പുസ്തകങ്ങൾക്കിടെ വായിച്ച് അറിയുന്ന അറിവുകളാണ് ഈ കഥകളായിട്ട് ഞാൻ ഈ യൂട്യൂബിൽ ഇടുന്നത്. അത് ഇടുന്നത് എൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, എല്ലാവരും ഭഗവാനെക്കുറിച്ച് അറിയുക, ഭഗവാൻ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചെയ്തു തന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും എന്തൊക്കെ കർമ്മങ്ങൾ നിർവഹിക്കണം, നമ്മളെ ജീവിതം എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഓരോരോ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ ഭഗവാൻ അതിവിപുലമായി നമുക്ക് വിവരിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുന്നതുമില്ല, അല്ലേ? അപ്പം നമ്മൾ ഒരുപാട് പേര് പക്ഷേ അറിയാനൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷെ അവർക്ക് അതിനുള്ള സമയമില്ല. എല്ലാവർക്കും പൊതുവിൽ ഇപ്പോൾ ഒരൊറ്റ വാക്കിൽ ഒതുക്കുവാണ്, ഒന്നിനും സമയം കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതം തന്നെ എടുക്കൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നുണ്ട്. നിസ്സാരം നമ്മളിന്ന് ഫോണിൽ നമ്മുടെ സെൽഫോൺ, നമ്മുടെ മൊബൈലുകളിൽ നമ്മൾ ആവശ്യമില്ലാതെ ഓരോരോ വീഡിയോസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത നമ്മുടെ പല കാര്യങ്ങൾ നമുക്ക് എൻ്റർടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം ചിലവഴിക്കാറുണ്ട്. അല്ലെങ്കിൽ പലരോടും അനാവശ്യ സംസാരങ്ങൾ നടത്തി നമ്മൾ ഒരുപാട് സമയം ചിലവഴിക്കാറുണ്ട്. പക്ഷേ എന്നാൽ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിന് നമ്മൾ പറയുന്ന ഒരൊറ്റ കാരണം, ഞാനുൾപ്പെടെ എല്ലാവരും പറയുന്ന ഒരു കാരണം, സമയം ഇല്ല. ഓക്കെ, എല്ലാവരും പലർക്കും പല രീതിയാണ്. അതിലൊന്നും ഞാനുൾപ്പെടെ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പം എൻ്റെ ഒരു എളിയ ഒരു അപേക്ഷ എന്ന് പറയുന്നത്, എല്ലാവരും ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഭഗവാന്റെ നാമം ഉച്ചരിക്കുക, ഭഗവാനെ മാത്രം ഒന്ന് സ്മരിക്കുക. ഒന്ന് സ്മരിച്ചാൽ മതി, നമ്മുടെ മുന്നിൽ ഓടിയെത്തും. നമുക്ക് വേണ്ടുന്നതെല്ലാം പല പ്രശ്നങ്ങളാണ്. ജീവിതം എന്ന് പറയുന്നത് വളരെ സുഖകരമായൊരു ചര്യയല്ല. ജീവിതം പല ദുഃഖങ്ങളിൽ കൂടി കടന്നു പോകുന്നതാണ്. അതൊന്നും എല്ലാ ദുഃഖങ്ങളും എല്ലാവർക്കും മാറ്റാനൊന്നും പറ്റത്തില്ല. ജീവിതം ഏറ്റവും കൂടുതൽ ദുഃഖങ്ങൾ നിറഞ്ഞതാണ്. അതിലുപരി നമ്മുടെ ആ ദുഃഖങ്ങളിൽ പോലും നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കണം. അതിനാണ് ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് ഓരോരോ യുഗത്തിൽ ഭഗവാൻ അവതരിച്ചിട്ട് ജീവിതം ഇങ്ങനെയാണ്, ദുഃഖം നിറഞ്ഞതാണ്, എന്നാൽ പോലും ആ ദുഃഖത്തിൽ പോലും നമ്മളെ നിയന്ത്രിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുക. അതായത് ഭഗവാൻ നമ്മുടെ ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ച സമയത്ത് ഭഗവാന് വേണമെങ്കിൽ ഒരു അല്ലലും കൂടാതെ ജീവിക്കാം. പക്ഷേ ഭഗവാൻ നമുക്ക് വേണ്ടി, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി, നമ്മുടെ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടം മുഴുവനും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ എല്ലാ യാതനകളും സഹിച്ചു. എന്തെല്ലാം വിഷമഘട്ടങ്ങളിൽ കൂടി കടന്നു പോയിട്ടും ഭഗവാൻ അല്പം പോലും ദുഃഖിച്ചിരുന്നിട്ടില്ല. എല്ലാത്തിനെയും പുഞ്ചിരി കൊണ്ടാണ് നേരിട്ടത്. അതെ, ആ ഒരു പുഞ്ചിരിയിൽ ലോകം മുഴുവനും ഭഗവാൻ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് നമുക്ക് കാട്ടി തന്നു. ആ ഭഗവാന് വേണ്ടി ഒരു 5 നിമിഷം നമുക്ക് എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാന് വേണ്ടി തന്നെയാണ് എന്ന് വിചാരിച്ച് ഒരു 5 നിമിഷം എല്ലാവരും ഈ ഒരു എൻ്റെ ചെറിയൊരു കഥ കേട്ടു നോക്കൂ. ഇതിൽ ആരോടും കേട്ടില്ല എന്ന് വെച്ചിട്ട് എനിക്ക് ആരോടും പരിഭവമില്ല. കേൾക്കുന്നവർ കേൾക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കാനും എല്ലാവരുടെ ദുഃഖങ്ങൾ മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ചെറിയൊരു കഥ പറയുന്നത്. എല്ലാവരും അത് കേൾക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഈ വൈശാഖ മാസത്തിൽ ഭഗവാനെക്കുറിച്ച്
ഒരു കഥയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാകത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഥ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരുടെ വീടുകളിലും തുളസി നമ്മൾ നട്ടു വളർത്താറുണ്ടല്ലേ. തുളസി മിക്കവാറും എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകും. പ്രാചീന കാലം മുതൽ തന്നെ എല്ലാവരുടെ വീടുകളിലും തുളസിത്തറയുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടെങ്കിലും ഉണ്ടാകും. ആ തുളസിത്തറയിൽ ഒരു വിളക്ക് വയ്ക്കുക വൈകുന്നേരങ്ങളിൽ, അല്ലെങ്കിൽ രാവിലെ തുളസിക്ക് ജലം അർപ്പിച്ച് തുളസിക്ക് ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുത്തശ്ശിമാർ പറഞ്ഞെങ്കിലും കേട്ടറിവെങ്കിലും എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ആ തുളസി ദേവിയുടെ അല്ലെങ്കിൽ തുളസി മാഹാത്മ്യം അതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ദ്വാപരയുഗത്തിൽ ഭഗവാന്റെ അർത്ഥാംഗനയായിട്ട് ഭൂമിയിൽ അവതരിച്ച ശ്രീമതി രാധാറാണിക്ക് പോലും ഭഗവാനെ ഒന്ന് ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവി എടുത്ത ഒരു വ്രതമാണ് തുളസി സേവന വ്രതം. തുളസി ദേവിയെ പൂജിച്ചിട്ടുള്ളൊരു വ്രതം ദേവി അനുഷ്ഠിച്ചു. ആ വ്രതത്തിലൂടെയാണ് ഭഗവാനെ ദേവിക്ക് ലഭിച്ചത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഭഗവാൻ ആരിലൊക്കെ കൂടെയാണ് കാണിച്ചു തരുന്നത്. നമ്മുടെ മാനവരാശിക്ക് വേണ്ടിയിട്ടും ചരാചരങ്ങൾക്ക് വേണ്ടിയിട്ടും ഭഗവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. രാധാദേവിയോട് പോലും ഭഗവാൻ ആ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. അതായത് ദേവിയിലൂടെയും മറ്റുള്ളവർ വ്രതങ്ങളെക്കുറിച്ച് അറിയണം എന്നുള്ള ഒരു നിബന്ധനയാണെന്ന് തോന്നുന്നു ഭഗവാന്റെ. അതും നമ്മൾക്ക് നമ്മുടെ ശ്രീകൃഷ്ണ ചരിത്രത്തിൽ നമുക്ക് ദർശിക്കാനാകും. രാധാദേവിക്ക് ഒരുപാട് സഖിമാരുണ്ടായിരുന്നു വൃന്ദാവനത്തിൽ. അപ്പം സഖിമാരോടൊക്കെ രാധാറാണി പറയുന്നു, എനിക്ക് ഭഗവാനെ ഒന്ന് കാണണം, ഭഗവാന്റെ കൂടെ ജീവിക്കാനാണ് എനിക്ക് അതിയായ മോഹം. എങ്ങനെയാണ് ഞാൻ എൻ്റെ ഭഗവാനെ സ്വായത്തമാക്കുന്നത്? എങ്ങനെ പറഞ്ഞ് വിഷമിച്ചിരുന്ന രാധാദേവിയുടെ പ്രിയസഖിമാരിൽ ഒരാളായ ചന്ദ്രാനനെ പറയുവാണ്, ദേവി തുളസി വ്രതം എടുക്കുവാണെങ്കിൽ ദേവിക്ക് ഭഗവാനെ ലഭിക്കും. അതുകൊണ്ട് ദേവി ഒന്ന് ആ വ്രതം എന്ന് എടുത്തു നോക്കൂ, തീർച്ചയായിട്ടും അതിൻ്റെ ഫലമുണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് പ്രകാരം രാധാദേവി മുനിയോട് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഈ തുളസി വ്രതം എടുക്കേണ്ടത്? ഗർഗമുനി അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. ആദ്യം തുളസിക്ക് തറയുണ്ടാക്കുക, തുളസിയെ ഒരു മംഗളമായൊരു സ്ഥലത്ത്, ഒരു പവിത്രമായൊരു സ്ഥലത്ത് സ്ഥാപിക്കുക, എന്നിട്ട് വേണം ആ പൂജകൾ തുടങ്ങാൻ എന്ന് പറയുവാണ്. അതിന് പ്രകാരം ദേവി കേതകി വനത്തിൽ ഒരു വലിയൊരു തുളസി മന്ദിരം തന്നെ പണിയെടുപ്പിച്ചു. അതിനെ വലിയ അലങ്കാരങ്ങളോടുകൂടി, അതായത് അതിന് ചുറ്റും വലിയ സ്വർണ്ണ കോട്ടകൾ പണിയുകയും അതിൻ്റെ ചുറ്റും ആ കോട്ടയിൽ ചുറ്റും തന്നെ വലിയ വിലപിടിപ്പുള്ള മുത്തുകൾ പതിപ്പിക്കുകയും ആ തുളസിത്തറയിലേക്ക് പോകുന്ന വഴികളിൽ തന്നെ പിന്നെ വജ്രം, മരതകം എന്നിങ്ങനെയുള്ള കല്ലുകൾ പതിപ്പിക്കുകയും കൂടാതെ അവിടെ സ്വർണ്ണ വർണ്ണത്തിലുള്ള കൊടികൾ സ്ഥാപിക്കുകയും വലിയ വലിയ തോരണങ്ങൾ ഉണ്ടാക്കി അതിനെ വളരെയധികം മനോഹരമായിട്ടൊരു നല്ലൊരു തുളസി മന്ദിരം തന്നെ ദേവി പണിയെടുപ്പിച്ചു. എന്നിട്ട് അവിടെ ദേവി വ്രതം തുടങ്ങുവാണ്. വ്രതം തുടങ്ങുന്നതിന് ഗർഗാചാര്യ മുനിയുടെ അനുവാദത്തോടുകൂടി നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ വേണം ഈ വ്രതങ്ങളൊക്കെ തുടങ്ങുന്നതിന്. അപ്പം ദേവിക്ക് വ്രതം തുടങ്ങുന്നതിനായിട്ട് ഗർഗമുനി നിർദ്ദേശിച്ചത് അശ്വിനി ശുക്ല പൂർണിമ ദിവസം തുടങ്ങിയിട്ട് ചൈത്ര പൂർണിമയിൽ വ്രതം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ദേവി വ്രതം അനുഷ്ഠിച്ചത്. അങ്ങനെയാണ് ഗർഗമുനി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പം ദേവി വ്രതം തുടങ്ങുന്ന അതിരാവിലെ തന്നെ നമ്മൾ തുളസിത്തറയിൽ പോയി ജലം അർപ്പിക്കുന്ന എന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പം അതിൽ തന്നെ രാധാദേവി ചെയ്യുന്നത് ഓരോ മാസവും ഓരോരോ ജലങ്ങളാണ് ദേവി തുളസിക്ക് സമർപ്പിച്ചിരുന്നത്. അതിൽ കാർത്തിക മാസത്തിൽ ദേവി പാലുകൊണ്ടാണ് തുളസിയെ നനച്ചിരുന്നത്. മാർഗശീർഷത്തിൽ കരിമ്പിൻ നീര് കൊണ്ടും, മാഘമാസത്തിലാണെങ്കിലോ മാങ്ങയുടെ ചാറ് കൊണ്ടും, ഫാൽഗുന മാസത്തിലാണെങ്കിലോ എല്ലാ
ഫലങ്ങളുടെയും രസങ്ങൾ കൊണ്ടും ചൈത്രമാസത്തിലാണെങ്കിൽ പഞ്ചാമൃതം കൊണ്ടും രാധാദേവി തുളസിയെ നനച്ചിരുന്നു. അങ്ങനെ വ്രതം പൂർത്തിയാക്കിയിട്ട് ഗർഗമുനിയുടെ നിർദ്ദേശാനുസരണം വ്രതം അവസാനിക്കുന്ന ദിവസത്തിൽ വലിയൊരു ഉദ്യാപനോത്സവം നടത്തുകയായിരുന്നു. അതിൽ 2 ലക്ഷം ബ്രാഹ്മണർക്ക് 56 വിഭവങ്ങളടങ്ങിയ ഭക്ഷണം നൽകുകയും അവർക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ദേവി നൽകി. കൂടാതെ ഗർഗമുനിക്ക് തന്നെ സ്വർണം 1 കോടിയും തടിച്ച മുത്തുകൾ 1 ലക്ഷവുമാണ് ദേവി കാണിക്കയായിട്ട് ദക്ഷിണയായിട്ട് സമർപ്പിച്ചത്. ഇതിൽ സംതൃപ്തയായ തുളസീദേവി രാധയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ദേവിയുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുകയാണ് രാധാദേവിയോട്. അപ്പോൾ രാധാദേവി പറയുകയാണ്, എനിക്ക് എൻ്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ചരണാരവിന്ദങ്ങളിൽ അകാരണമായ ഭക്തി ഉണ്ടാകണം, എനിക്കത് മാത്രം മതി, അത് തന്ന് എന്നെ അനുഗ്രഹിക്കൂ ദേവി എന്നാണ് രാധാദേവി ദേവിയോട് പറഞ്ഞത്. അതിന് പ്രകാരം ദേവിയുടെ ആഗ്രഹം അതുപോലെ സഫലമാകട്ടെ എന്ന് അനുഗ്രഹിച്ചു തുളസീദേവി അപ്രത്യക്ഷയായി. അതിനുശേഷമാണ് രാധാദേവിക്ക് ഭഗവാന്റെ ദർശനം ലഭിക്കുകയും ഭഗവാനോടൊത്ത് ഈ ഭൂമിയിലെ ലീലാവിലാസങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുകയും ചെയ്തത്. ആലോചിച്ച് നോക്കൂ, എത്ര അധികം കഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ എത്രയധികം അർപ്പണ മനോഭാവത്തോടെ രാധാദേവി കൃഷ്ണനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വ്രതം നോറ്റു എന്ന്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും അത്രയും അർപ്പണ മനോഭാവത്തോടുകൂടി ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ, ഭഗവാന് വേണ്ടിയിട്ട് നമ്മുടെ ഓരോരുത്തരും എന്തെങ്കിലും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മളെ കൊണ്ടാകുന്നത് പോലെ എങ്ങനെയാണേലും ഒന്ന് ശ്രമിച്ചാൽ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവരിലും ഈ വൈശാഖ മാസത്തിൻ്റെ പുണ്യം നിറയട്ടെ, ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ, എല്ലാവരിലും കൃഷ്ണഭക്തി ഉണ്ടാവട്ടെ. ഈ കലിയുഗത്തിൽ കലിയുടെ ഒരു ദോഷങ്ങളും ആരിലും എത്താതെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയൊരു കഥ ഇവിടെ നിർത്തുവാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു.